ഹലോ, അങ്ങനെ ടൂറൊക്കെ പോകാനായിട്ട് ബാഗൊക്കെ പാക്ക് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. വെയിറ്റ് ചെയ്യുന്നത് വേറൊരു മിസ്സിനെയാണ്. മിസ്സിനെ വിളിക്കാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അമ്പാടിയോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോകാനായിട്ടിരിക്കുകയാണ്. അമ്പാടി എനിക്ക് ലിസ്റ്റൊക്കെ തന്നിട്ടുണ്ട്. പോയിട്ട് വരുമ്പോഴത്തേക്ക് എന്തൊക്കെ വാങ്ങിക്കൊണ്ട് വരും, അത് വാങ്ങണം ഇത് വാങ്ങണം എന്നൊക്കെ പറഞ്ഞ് ലിസ്റ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ സ്കൂളിലെത്തി. ഇപ്പോൾ പോകാനായിട്ടുള്ള ഒരുക്കങ്ങളിലൊക്കെയാണ് എല്ലാവരും വന്നിട്ടുണ്ട്. ബസ് അവിടെ എത്തി. അങ്ങനെ ഞങ്ങൾ ബാഗൊക്കെ എടുത്തുകൊണ്ട് പോകാനായിട്ട് റെഡി ആവുകയാണ്. അങ്ങനെ ഞങ്ങൾ ബസ്സിലേക്ക് കയറാൻ പോവുകയാണ്. ഇത് നമ്മുടെ SBA മിസ്സ്. അങ്ങനെ എല്ലാ പാരൻസും വന്നിട്ടുണ്ട് അവരെ യാത്രയാക്കാനായിട്ട്. നമ്മുടെ സ്കൂളിൽ നിന്ന് ആദ്യമായിട്ടാണ് 2 ദിവസത്തെ ടൂറിന് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു എല്ലാവരും. ഇതാണ് നമ്മുടെ ബസ് കേട്ടോ, RDX. ബസ്സും സൂപ്പറായിരുന്നു, ആ ടീമും സൂപ്പറായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് വഴിയേ കാണാം, നമ്മൾ എൻജോയ് ചെയ്തതൊക്കെ. അപ്പം ബസ് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് നമ്മൾ ഡാൻസും സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇടയ്ക്ക് ഒരു 5 മണി 6 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഒരു സ്ഥലത്ത് ഇറങ്ങി നമ്മൾ ചായയൊക്കെ കുടിച്ചു, ചായയും കടിയും ഒക്കെ കഴിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരമൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്തു. ടോയ്ലറ്റിൽ പോയി. അങ്ങനെ നമ്മൾ കാര്യമൊക്കെ പറഞ്ഞ അവിടെയൊക്കെ നിന്നു. അങ്ങനെ നേരി ചേച്ചി നാക്കൊക്കെ നീട്ടി കാണിച്ചിട്ട് പോയേക്കുവാണ്. അങ്ങനെ ഞാനിപ്പം ഫോണ് വേറൊരാളുടെ കയ്യിൽ കൊടുത്തു. അപ്പം നമ്മൾ വെറുതെ ജസ്റ്റ് സംസാരിച്ചുകൊണ്ടൊക്കെ നിൽക്കുന്നത് വീഡിയോ എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊടുത്തത് കേട്ടോ. നമ്മൾ ചുമ്മാ ആക്ട് ചെയ്യുകയാണ്. എന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫോൺ കൊടുത്തത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് യാത്ര തുടങ്ങി. ഇനി ഫുൾ എന്താ പറയുക, ചില്ലായിരുന്നു ബസ്സിൽ. ഇപ്പോൾ വെറൈറ്റി സ്റ്റെപ്പൊക്കെ കാണാൻ പറ്റും കേട്ടോ. ഇതാണ് നമ്മുടെ സ്വന്തം ഷബാന മിസ്. ദൈവമേ, ഈ വീഡിയോ കണ്ട അവളെന്നെ കൊല്ലും. അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് ദിവസം തന്നെ, ആ തുടക്കം തന്നെ നമ്മുടെ ഫുൾ എനർജി അവിടെ വേസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ പിള്ളേരുടെ കാര്യം പിന്നെ പറയേണ്ട. അവർ വേറെ ലെവലായിരുന്നു. അവരില്ലെങ്കിൽ പിന്നെ നമ്മളില്ല, അങ്ങനെയാണല്ലോ. അങ്ങനെ ഞാൻ കളിച്ച് ക്ഷീണിച്ചൊക്കെ ഒരറ്റം പിടിച്ചിരിക്കുകയാണ്. ആൻസം എടുത്തപ്പോൾ കുറച്ച് നേരം ലോഗ് കണ്ടു. അത് കഴിഞ്ഞായിരുന്നു സർപ്രൈസ് എന്ന് വെച്ചാൽ നമ്മുടെ അസ്ബിയാൻസിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ അന്ന്. അപ്പോൾ നമ്മൾ 12 മണിയായപ്പോഴത്തേക്കും നമ്മൾ ഒരു സർപ്രൈസ് കൊടുത്തു. പുള്ളിക്കാരി നല്ല ഉറക്കമായിരുന്നേ. സത്യം പറഞ്ഞാൽ നമ്മൾ എങ്ങനെയൊക്കെയോ ഉറക്കി കിടത്തിയതാണ് കേട്ടോ ഇങ്ങനൊരു സർപ്രൈസ് കൊടുക്കാനായിട്ട്. അങ്ങനെ കേക്കൊക്കെ മുന്നേ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, ബസ്സിൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഞെട്ടലോട് കൂടി അസ്ബിയ മിസ് എണീച്ച് കേട്ടോ. നമ്മൾ സ്പെഷ്യൽ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ അതൊക്കെ ഇട്ടാൽ കോപ്പിറൈറ്റ് വരുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതൊന്നും ആഡ് ചെയ്തിട്ടില്ല. അങ്ങനെ പാട്ടും തുള്ളലും ആകെ ഒരു ഹാപ്പി മൊമെൻ്റ് ആയിരുന്നു കേട്ടോ അത്. അങ്ങനെ കേക്കൊക്കെ കൊണ്ടുവന്നു. ഭയങ്കര സർപ്രൈസായിരുന്നു. ആ മിസ് തന്നെ അവസാനം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനൊരു സർപ്രൈസ് ആദ്യമായിട്ടാണ് മിസ്സിന് കിട്ടുന്നത് എന്നൊക്കെ. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തു, എല്ലാവരും കഴിച്ചു. മിസ്സിൻ്റെ ക്ലാസ്സിലെ കുട്ടികൾ മിസ്സിന് ഗിഫ്റ്റൊക്കെ കൊടുത്തു. അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ട് ആ ബർത്ത്ഡേ ആഘോഷിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അടിച്ച് പൊളിച്ച് ആ ഒരു ദിവസം ബസ്സിലിരുന്ന് എങ്ങനെയൊക്കെയോ ഉറങ്ങി. ഇങ്ങനെ പിറ്റേന്ന് രാവിലെയായി, നേരം വെളുത്തു. അങ്ങനെ ഒരു മഞ്ഞും തണുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ അവസാനം ഹോട്ടലിലെത്തി. നമ്മളവിടെ കയറി ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ അടുത്ത ഫസ്റ്റ് സ്ഥലത്തേക്ക് പോകുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഫ്രഷ് ആവാനായിട്ട് റൂമുകളിലേക്ക് പോവുകയാണ്. അങ്ങനെ ഫ്രഷായിട്ടൊക്കെ തിരിച്ച് വന്നിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അപ്പോൾ നമുക്കിഷ്ടമുള്ള ഫുഡ് നമുക്ക് കഴിക്കാം. കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഞാൻ പൂരിയും ദോശയാണ് എടുത്തത്. ഇത് നമ്മുടെ ഷബാന വെട്ടി വിഴുങ്ങാണ് അവിടെ ഇരുന്ന്. ഇപ്പുറത്തിരുന്ന് ഞാനും വെട്ടി വിഴുങ്ങുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചേരായിട്ടാണ് വന്നത്. കുറച്ച് റെഡിയായി ഓരോ റൂമിൽ 2-3 പേരുണ്ടായിരുന്നു. അപ്പം ഓരോരുത്തർ ഫ്രഷായി വരുമ്പോഴത്തേക്കും ടൈം എടുക്കുമായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മളവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് ബസ്സിൽ കയറിയത്. അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ സ്ഥലത്തേക്ക് പോവുകയാണ്. ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇത് മലമുകളിലുള്ളൊരു ക്ഷേത്രമാണ്. കണ്ടില്ലേ, നമ്മളിപ്പോൾ ഏറ്റവും മുകളിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ദുർഗാദേവിയാണ് കേട്ടോ. മൈസൂർ രാജാക്കന്മാരുടെ കുലദൈവമായിരുന്നു ദുർഗാദേവി.
അതുപോലെ തന്നെ മഹിഷാസുരനെ വധിച്ചത് കൊണ്ട്, ഇവിടെ വെച്ചാണ് മഹിഷാസുരനെ വധിച്ചത്, അതുകൊണ്ട് മൈഷൂർ എന്നായിരുന്നു ഈ സ്ഥലത്തിൻ്റെ പേര്. പിന്നെ അത് പറഞ്ഞു പറഞ്ഞ് മൈസൂർ എന്നായതാണ്. ഇതാണ് മഹിഷാസുരൻ. ഇവിടെ അമ്പലത്തിലേക്ക് പോകുന്നതിൻ്റെ മുമ്പിൽ തന്നെ മഹിഷാസുരൻ്റെ ഒരു പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ അവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്ന സാധനങ്ങളാണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ അമ്പലത്തിലേക്ക് കിടക്കുകയാണ് കേട്ടോ. നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ഇവിടെ വെറുതെ വേസ്റ്റായി പോയെന്ന് വേണമെങ്കിൽ പറയാം. അമ്പലത്തിൽ നല്ല തിരക്കായിരുന്നു. ഇവിടെ ഈ കാണുന്ന പോലെയല്ല കേട്ടോ. ഉള്ളിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവിടെ നല്ല തിരക്കാണ്. ക്യൂ നിന്ന് വേണം കാണാനായിട്ട്. ദർശനം കാണാൻ പറ്റിയില്ല നമുക്ക്. അപ്പം പുറമേ നിന്നുള്ള കാഴ്ച ഇതാണ് കേട്ടോ. അമ്പലം ഇതാണ്. പക്ഷേ ഉള്ളിൽ ഒരുപാട് കാണാനുണ്ട്. പക്ഷേ നമുക്കതൊന്നും കാണാൻ പറ്റിയില്ല. നമ്മൾ കുറച്ച് പേര് മാത്രമേ ഉള്ളിൽ കയറിയിട്ടുള്ളായിരുന്നു. അപ്പോൾ 3 മണിക്കൂർ നമ്മൾ അതിനകത്ത് കയറി നിന്നിട്ടും വീണ്ടും നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോൾ നമ്മൾ തിരിച്ചിറങ്ങുകയാണ് ചെയ്തത്. അപ്പോഴത്തേക്ക് ഉച്ചയായി കഴിഞ്ഞായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ ഹോട്ടലിൽ തന്നെ തിരിച്ചു പോയി. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി. അങ്ങനെ ഞങ്ങൾ അല്ലാദിൻ്റെ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ചില്ലടിച്ച് നമ്മൾ അവസാനം മൈസൂർ പാലസിലെത്തി. അപ്പം നമ്മൾ ഒരു സ്ഥലവും വിട്ടിട്ടില്ല. കുറച്ച് ലേറ്റായെങ്കിലും രാത്രി ആയെങ്കിൽ പോലും നമ്മൾ എല്ലാ സ്ഥലവും അന്ന് തീരുമാനിച്ച എല്ലാ സ്ഥലത്തും നമ്മൾ പോയിട്ട് തിരിച്ച് മടങ്ങിയുള്ളായിരുന്നു. ഇത് എങ്ങനെ ഫ്രണ്ടിൽ നടന്നു പോകുന്നത് നമ്മുടെ ഓൾ ഇൻ ഓൾ ബിദിൻ സാറാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പാലസിനകത്തേക്ക് കയറി. ഇതിനകത്ത് ഒരുപാട് കാഴ്ചകളുണ്ട്. ആദ്യമായിട്ടാണ് ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഞാൻ പോകുന്നത് കേട്ടോ. പാലസ് അതുപോലെയൊക്കെ. അപ്പം ഇതിനകത്തെ കാഴ്ചകളെന്ന് പറഞ്ഞാൽ അത് പറഞ്ഞ് അറിയിക്കുന്നതിനെക്കാട്ടിലും നല്ലത് നിങ്ങൾ കാണുന്നതാണ്. കാണാത്തവരൊക്കെ കാണുമായിരിക്കുമല്ലോ ഇല്ലേ. എന്നെപ്പോലെ കാണാത്ത ഇങ്ങനെയുള്ള കാഴ്ചകളൊന്നും കാണാത്ത ഒരുപാട് പേരുണ്ടായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ കാണുക കേട്ടോ. ഇത് നമ്മൾ അകത്തേക്ക് ആദ്യമായിട്ട് കയറി വരുമ്പോഴുള്ള കാഴ്ചയാണ്. ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയാനായിട്ടാണെങ്കിൽ എനിക്ക് നന്നായിട്ടൊന്നും അറിയത്തില്ല. നമുക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പറഞ്ഞു തരാനായിട്ടൊരു ഗൈഡും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് നല്ല ഗൈഡാണ് നമ്മുടെ പ്രിൻസിപ്പൽ സാറ് കുട്ടികൾക്കൊക്കെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ സാറ്. അതാണ് ബ്ലൂ ഷർട്ട്. അപ്പോൾ സാറ് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കൊട്ടാരം ഒരു അത്ഭുതം തന്നെയാണ് കേട്ടോ. എത്ര കൊല്ലം എടുത്ത് കാണുമായിരിക്കും ഇങ്ങനൊരു കൊട്ടാരം പണിഞ്ഞ് തീർക്കാനായിട്ട്. ഓർക്കുമ്പോൾ തന്നെ കുളിര് കോരുന്നു. ഇതൊക്കെ പെയിൻറ്റിങ്സ് ആണ് കേട്ടോ. പെയിൻറ്റിങ്സ് എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടത്. അങ്ങനെയാണെന്ന് തോന്നുന്നു. ഈ ഡോറും അതുപോലെ തന്നെ അവിടുത്തെ തൂണുകളും ഒക്കെ കണ്ട എന്തുമാത്രം അതിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എത്ര വർഷം എടുത്ത് കാണുമായിരിക്കും അല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കാനായിട്ട്. ഇതിൻ്റെ ടോപ്പ് കണ്ടോ, അവിടുത്തെ ലൈറ്റ്സും ആ ഒരു ആർട്ട് വർക്കും ആ കാര്യങ്ങളൊക്കെ, തൂണും എല്ലാം. പിന്നെ ഈ ചുമരിലെല്ലാം കുറേ ഫോട്ടോസ് ഉണ്ട് കേട്ടോ. അവിടുത്തെ ഭരണാധികാരികളുടെ ഫോട്ടോസ്, അതുപോലെ തന്നെ ആ കുടുംബമല്ലേ, അപ്പോൾ കുടുംബത്തിലെ അംഗങ്ങളുടെയൊക്കെ ഫോട്ടോസൊക്കെ അവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. വരച്ച് ഫ്രെയിം ചെയ്തതാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് ഈ ആമാടപ്പെട്ടി എന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ടില്ലേ, അതുപോലത്തെ സംഭവമാണ് കേട്ടോ. അത് ഒരുപാടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലൊക്കെ ഇതുപോലെ തടിയിൽ ചെയ്തിട്ടുള്ള വർക്കുകളാണ്. ഇത് സിൽവർ ചെയർന്നാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ സിൽവർ ചെയറാണ് കേട്ടോ. അതിലൊന്നും നമുക്ക് അങ്ങോട്ടൊന്നും കടന്നു കയറി ചെല്ലാനൊന്നും പറ്റത്തില്ല, തൊടാനൊന്നും പറ്റത്തില്ല. ഇതാരാ ഇതിനിടയിൽ? ഇത് നമ്മൾ തന്നെയാണ് കേട്ടോ. അതിനിടയിൽ ചെറിയൊരു ഷോ കാണിച്ചതാണേ. അപ്പോൾ ഇത് പുറത്തുള്ള കാഴ്ചയാണ്. ഈ പുറത്തുള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് ഇതിനകത്ത് തന്നെ നാലുകെട്ട് പോലെയൊക്കെ നമ്മൾ പറയത്തില്ലേ, ഇതിനകത്ത് തന്നെ ഉള്ളിലുള്ളൊരു ഭാഗമാണ്. ഇതിനകത്തോട്ടൊന്നും ആർക്കും ഇറങ്ങാനൊന്നും പറ്റത്തില്ല കേട്ടോ. കാരണം അവിടെയൊന്നും ആരും നിൽക്കുന്നതെന്ന് ഞാൻ കണ്ടില്ല. അങ്ങനെ ഞങ്ങൾ കൊട്ടാരത്തിൻ്റെ മുകളിലേക്ക് പടവുകൾ കയറി ഇങ്ങനെ പോവുകയാണ് കേട്ടോ. പോകുമ്പോൾ കാഴ്ചകൾ കൂടിക്കൂടി വരികയാണ്. അടിപൊളി കാഴ്ചകളാണ് കേട്ടോ. ഇനി ഞാൻ കുറച്ച് നേരം മിണ്ടാതിരിക്കാൻ, നിങ്ങൾ കണ്ടോ.
ഓക്കെ ഓക്കെ, ഇനി ഞാൻ കുറച്ച് നേരം സംസാരിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ പാലസിൻ്റെ മുൻഭാഗത്തെത്തി, നമ്മളിനി കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് സ്പേസ് ഉണ്ട്, നമുക്ക് ഓടിച്ചാടി നടന്ന് കളിക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ അങ്ങോട്ട് പിള്ളേരാണ്, പിള്ളേരുടെ ഫോട്ടോസ് എടുത്തു, നമ്മുടെ ഫോട്ടോസ് എടുത്തു. അങ്ങനെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. ഇത് നമ്മളെടുത്ത റീലാണ് കേട്ടോ. ഈ ഷോട്ട് ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു, കുറേ നാളായില്ലേ. അങ്ങനെ അവിടെ നിന്ന് നേരെ തിരിച്ച് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് എത്തി. നമ്മൾ പയാന കാർ മ്യൂസിയത്തിലേക്കാണ് കേട്ടോ അടുത്തതായിട്ട് വന്നത്. ഫ്രണ്ടിൽ കാര്യമായിട്ട് നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുകയാണ് കേട്ടോ നമ്മുടെ സുമയ്യ മിസ്. അതിൻ്റെ പിറകെ ഓടി വരികയാണ് ജുഹൈന. അങ്ങനെ രണ്ടുപേരും വൈറലാക്കുമെന്നൊക്കെ ഞാൻ കമൻ്റൊക്കെ അടിച്ചിട്ട് ഞാനും പിറകെ ഉണ്ട്. കണ്ടില്ലേ ആ വലിയ ടയർ, ആ ടയറിനകത്ത് അതിൻ്റെ ഉള്ളിൽ എന്തുമാത്രം കാഴ്ചകളുണ്ടെന്നറിയോ. അപ്പോൾ നമ്മളെ അതിശയിപ്പിക്കുന്ന കാഴ്ച കാണാനായിട്ട് നമുക്ക് പോവാം. ഇവിടെയും ഞാൻ സൈലൻ്റ് ആയിരിക്കും, നിങ്ങൾ കണ്ടോ. കഴിഞ്ഞ വർഷം ഇവിടെ കൊണ്ടിട്ടതാ. പിന്നെ മറ്റത് കഴിഞ്ഞ മാസം ഇവിടെ കൊണ്ടിട്ടതാ. സാറാണ് കഴിഞ്ഞ വർഷം ഇവിടെ കൊണ്ടിട്ടത്. വിദ്യാഭ്യാസത്തിന്റെ ബ്ലോഗ്. വിദ്യാഭ്യാസം തന്നെയായിരുന്നു. ഞാൻ നീലക്കുയിലായി. അപ്പം നമ്മളിനി അടുത്തതായിട്ട് പോകുന്നത് ഇതിനുള്ളിൽ തന്നെ പഴയകാല ഉപകരണങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടുള്ളൊരു ചെറിയൊരു മ്യൂസിയത്തിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടുത്തെ കാഴ്ചകളാണ് ഇനി കാണുന്നത്.
അങ്ങനെ അതിനകത്തെ കാഴ്ചകളെല്ലാം കണ്ടു തീർന്നപ്പോഴത്തേക്കും ഒരുവിധ രാത്രിയായി കേട്ടോ. ആ ചത്ത ശവങ്ങൾ പോലെ കിടക്കുന്നത് വെറും ആക്ടിങ് ആണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കറങ്ങി തിരിഞ്ഞ് അവസാനം ബൃന്ദാവൻ ഗാർഡനിലെത്തി. എത്തിയപ്പോഴത്തേക്കും നല്ല ഇരുട്ടായി. അവിടുത്തെ ഭംഗിയൊന്നും നമുക്ക് ആസ്വദിക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ കണ്ടത് വാട്ടർ ഡാൻസ് ആണ്. അത് നമ്മൾ രാത്രിയും കൂടെ ആയതുകൊണ്ട് നന്നായിട്ട് കാണാനൊക്കെ പറ്റി. ഇത് അവിടുത്തെ ഡാമാണ്. ഈ വെളിച്ചത്തിൽ ഇങ്ങനെയൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ശോകമായിരുന്നു എന്ന് പറയാൻ പറ്റത്തില്ല. ആ ഒരു വാട്ടർ ഡാൻസ് കൂടെ ഇല്ലായിരുന്നെങ്കിൽ ശോകമായി പോയേനെ. ഇത് നിങ്ങൾക്കറിയാമല്ലോ, ഓരോ സോങ്ങിനനുസരിച്ചും ഓരോ രീതിയിൽ ആ വെള്ളം പോകുന്നതിൻ്റെ ആ ഒരു ഇതൊക്കെ മൂവ്മെൻ്റൊക്കെ. അപ്പം അത് നല്ല ഭംഗിയായിരുന്നു. അതുപോലെ തന്നെ സോങ്ങിനനുസരിച്ചിട്ടുള്ള ഒരു അടിപൊളിയായിരുന്നു. നമുക്കിവിടെ സോങ് ആഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ജസ്റ്റ് ഇങ്ങനെയൊക്കെ ഒന്ന് കാണാമല്ലേ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് നമ്മൾ നേരെ DJ പാർട്ടിക്കാണ് എത്തിയത്. ഇവിടെ വെച്ച് വളരെ അപ്രതീക്ഷിതമായിട്ട് കുറച്ച് സംഭവ വികാസങ്ങളൊക്കെ ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ആ ലൈറ്റും കാര്യങ്ങളും ഇത്രയും ദൂരം സഞ്ചരിച്ചതിൻ്റെ ആ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മുടെ അല്ലാഹദ് ഇവിടെ വെച്ച് വീണു. പേടിച്ചു പോയി നമ്മളെല്ലാവരും. ആ ഒരു നമ്മൾ അത്രയും നേരം എൻജോയ് ചെയ്തത് പെട്ടെന്നങ്ങ് ഇല്ലാതായി പോയ പോലൊരു ഫീലായിരുന്നു. പിന്നെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി. ആ ഒരു രാത്രി ടെൻഷൻ പിടിച്ചൊരു രാത്രിയായിരുന്നു കേട്ടോ. എന്തായാലും ദൈവം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴത്തേക്കും ടെസ്റ്റുകളൊക്കെ ചെയ്തു. എല്ലാം ചെയ്തതിൽ ഒരു കുഴപ്പമില്ല, എല്ലാം നോർമലായിരുന്നു. ഇതൊക്കെ അല്ലാതെ വീഴുന്നതിന് മുമ്പെടുത്ത വീഡിയോ ആണ് കേട്ടോ. അത് കഴിഞ്ഞിട്ടായിരുന്നു സംഭവം നടന്നത്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് റൂമിലെത്തി. ഇത് വേറെ സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ രാത്രി കഴിഞ്ഞത്. അത് കഴിഞ്ഞിട്ട് നേരം വെളുത്തു. വീണ്ടും അടുത്ത ദിവസമായി. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ദിവസവും അവസാനത്തെ ദിവസമാണ് കേട്ടോ ടൂറിൻ്റെ. അങ്ങനെ ഞങ്ങൾ കളിച്ച് ബസ്സിലിരുന്ന് കളിച്ച് പോവുകയാണ് അടുത്ത സ്ഥലത്തേക്ക്. എല്ലാവരും ഒക്കെ ഉറക്കമാണ്. പിന്നെ രാത്രി നമ്മളും ഏകദേശം ഒരു 2 മണിക്കൂർ അങ്ങനെ ഉറങ്ങി കാണുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ കളിച്ചൊക്കെ നടന്നു. ചേടാ ഇത് മൊത്തം കളിയാണല്ലോ. അല്ലെങ്കിലും പണ്ടേ ഞാനിങ്ങനെ ഒരു വാക്ക് കിട്ടിയാൽ പിന്നെ അതുകൊണ്ടങ്ങ് നടക്കും. അപ്പോൾ ശരി, നമ്മൾ വീണ്ടും ബസ്സിലിരുന്ന് ഇങ്ങനെ കളിച്ച് പോവുകയാണ് കേട്ടോ. 2 പേരോടെ ഇരുന്ന് തകർത്ത് വെച്ച് സ്റ്റോൺ പേപ്പർ സിസർ കളിക്കുകയാണ്. നമ്മൾ അതിൻ്റെ ഇടയിൽ ഇരുന്ന് കളി തെറ്റിക്കാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അതേസമയം അപ്പുറത്തിരുന്ന് നമ്മുടെ പ്രിൻസിപ്പൽ സാർ നന്നായിട്ട് ഉറക്കം തൂങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും എൻ്റെ ക്യാമറ കണ്ണുകൾ അങ്ങോട്ടും കൂടി ഒന്ന് പാഞ്ഞു. സാറെങ്ങാനും കാണുമായിരിക്കുമോ ഈ വീഡിയോ. അങ്ങനെ ഞങ്ങൾ കറങ്ങി തിരിഞ്ഞ് ഹോട്ടലിലെത്തി. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയമാണ്. നല്ല തണുപ്പാണ് കേട്ടോ. നമ്മൾ ഇന്ന് ചുറ്റിക്കറങ്ങാൻ പോകുന്നത് കൂർഗിലാണ്. ഡാൻസിൻ്റെ പ്രാക്ടീസൊക്കെ അവിടെ നടക്കുന്നുണ്ട്. പക്ഷെ ഒന്നും നടന്നില്ല. വ്ളോഗല്ല, എന്തെങ്കിലുമൊക്കെ ഷോട്ടൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചതായിരുന്നു. പക്ഷേ ഒന്നും നടന്നില്ല. നമ്മൾ പ്ലാനിങ് മാത്രമേ നടന്നുള്ളൂ. പ്ലാനിങ് പോലും നടന്നില്ല. അപ്പം നമ്മൾ ആദ്യം വന്നത് ഗോൾഡൻ ടെമ്പിളിലാണ്. ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത് സാറ് തന്നെയാണ് കേട്ടോ. സാറ് മുമ്പ് ഇവിടെ ഒരുപാട് വട്ടം വന്നിട്ടുണ്ടെന്നാണ് സാറ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സാറിന് കുറേ കാര്യങ്ങളൊക്കെ അറിയാം. കുട്ടികൾക്കൊക്കെ സാറ് തന്നെയാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിരുന്നത്. അപ്പോൾ നമ്മൾ ഗോൾഡൻ ടെമ്പിളിലോട്ട് കടന്നിരിക്കുന്നു. അവിടെ കുറേ കാഴ്ചകൾ നിങ്ങളെ കാത്തിരിപ്പുണ്ട്. അപ്പോൾ കാഴ്ചകളൊക്കെ കാണാം. ഇവിടെ ഭയങ്കര സൈലൻസ് ആണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ സൈലൻ്റ് ആയിട്ട് കുറച്ച് നേരം ഇരിക്കാൻ പോവുകയാണേ. ടാറ്റാ.
ഇത് ബുദ്ധമതക്കാരുടെ ഒരു ക്ഷേത്രമാണ് കേട്ടോ. ബുദ്ധ സന്യാസിമാർ പരിശീലനം ചെയ്യുന്ന ഒരിടമാണിത്. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അവിടുന്ന് തിരിച്ച് പോവാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ പോയത് ഹാരംഗി ഡാമിലേക്കാണ്. അവിടെ വലുതായിട്ട് കാണാനും കാഴ്ചകളൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഒരു പാർക്കുണ്ടായിരുന്നു. ആ പാർക്കിൽ കുറച്ച് നേരം നമ്മൾ സ്പെൻഡ് ചെയ്തു. ഇവിടെ തൊട്ടാണ് എൻ്റെ രോഗം തുടങ്ങുന്നത്. രോഗം മീൻസ് എനിക്ക് തൊണ്ടവേദനയും ജലദോഷവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ തൊട്ടാണ്. അല്ലാതെ അതിന് മുമ്പ് കുറച്ച് ലക്ഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അത് കുറഞ്ഞു വരുമായിരുന്നു. പിന്നെ വെയിലൊക്കെ കൊണ്ടിട്ടാവാം, ചിലപ്പം അവിടുത്തെ കാലാവസ്ഥയുടെ ഇതുകൊണ്ടാവാം, അങ്ങനെയൊക്കെ ആയി കുറച്ച് കൂടി ഈ ഒരു സമയത്ത്. ആദ്യം ഞാൻ വിചാരിച്ചത് ഇങ്ങോട്ടേക്ക് വരണ്ടെന്നാണ്, അവിടെ എവിടെയെങ്കിലും ഒന്ന് ഇരുന്നാൽ മതിയെന്നാണ്. കുറച്ച് ടീച്ചേഴ്സ് അവിടെ ഇരിക്കുകയാണ് ചെയ്തത്. ഇത്രയും ദൂരം നടക്കാനും വളരെ ബുദ്ധിമുട്ടുകൊണ്ട് അവരവിടെ ഇരിക്കുകയാണ് ചെയ്തത്. പിന്നെ ഇതുപോലുള്ള പാർക്കൊക്കെ കണ്ടാൽ നമ്മളിൽ ചിലരുടെ കൺട്രോളൊക്കെ പോകും. അങ്ങനെ കൺട്രോൾ പോയ ഒരാളാണ് അതിൻ്റെ മുകളിലിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇതൊക്കെ എന്ത് എന്നുള്ള ഭാവത്തിലാണ് ആ താഴെ ഇറങ്ങും കണ്ടോ നിങ്ങൾ. പിന്നെ എനിക്ക് ഒരു ആഗ്രഹം മൊത്തം ഞാനും ഇതിൻ്റെ മുകളിൽ 2-3 വട്ടം കയറി ഇറങ്ങിയൊക്കെ ചെയ്തായിരുന്നു കേട്ടോ. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. പിന്നെ ഈ കറങ്ങി വരുന്നത് ഞാനാണ്. ഇതിൻ്റെയൊക്കെ ഫലം പനിയുടെ രൂപത്തിൽ എന്നെ പിടിപെട്ടു എന്നുള്ളതാണ് കേട്ടോ. ബാംബു ഫോറസ്റ്റിൽ ഒരു വീഡിയോ ഞാൻ എടുത്തില്ല, അപ്പോഴൊക്കെ പനി പിടിച്ചിരിക്കുകയാണ്. ഈ ഗ്ലാസ് കണ്ടോ, ഈ പേപ്പർ ഗ്ലാസ് സീറ്റിൻ്റെ അവിടെ ഇരിക്കുന്നത്, അതിൽ ചൂടുവെള്ളം നിറച്ച് കുടിച്ചാണ് എൻ്റെ പനി മാറ്റിയെടുത്തത്. അങ്ങനെ ഒരു രാത്രി കഴിഞ്ഞത് അറിഞ്ഞതേ ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല. നല്ല പനിയായിരുന്നു. പിന്നെ ഫുഡൊക്കെ നമ്മൾ ഇടയ്ക്ക് കഴിച്ചു. അതൊന്നും എനിക്കൊരു ബോധമില്ല കേട്ടോ. അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു. അങ്ങനെ തിരിച്ച് വരുന്ന വഴി എടുത്തൊരു വീഡിയോ ആണിത്. അങ്ങനെ ഞങ്ങൾ സ്കൂളിലെത്തി പാരൻസ് എല്ലാം വന്ന് കുട്ടികളെയൊക്കെ വിളിച്ചുകൊണ്ട് പോയി. അങ്ങനെ ഞാനും വീട്ടിലെത്തി. ഇത് കഴിഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഇല്ല കേട്ടോ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ടാറ്റാ.